എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തേങ്ങ അരച്ച മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണ്. ഞാനിവിടെ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 2 ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മത്തി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം ഇത് 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിനി എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ ശേഷം 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ട് ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഉലുവയാണ് ചേർക്കാനുള്ളത്. 2 നുള്ളു ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. ഉലുവയുടെ അളവ് കൂടിപ്പോകണ്ട. ചെറിയ തീയിൽ വെച്ചിട്ട് ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി സവാള നന്നായിട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 5 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഇവിടെ വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചേർത്തത്. തക്കാളി കൂടുതൽ വെന്തുടയേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് തക്കാളി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പാണ് ചേർക്കാനുള്ളത്. അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അരപ്പ് ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ചേർക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഞാൻ ഇതിലേക്ക് വാളൻ പുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുടംപുളിയും ചേർക്കാവുന്നതാണ്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണിപ്പോൾ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്ന ശേഷമാണ് ഇതിലേക്ക് മീനൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരപ്പിപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ആദ്യം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തി ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ മത്തി ആണെന്നുണ്ടെങ്കിൽ ഇത് 2ആയിട്ട് മുറിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ 1/2 കിലോ മത്തിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഈ മത്തി ചേർത്ത ശേഷം വീണ്ടും സ്പൂൺ ഇട്ടൊന്നും ഇത് ഇളക്കാനൊന്നും പാടില്ല. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാനായിട്ടിടയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചട്ടി ചുറ്റിച്ച് എടുത്ത ശേഷം തീ കൂട്ടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആദ്യം ഒന്ന് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. അതിനുശേഷമാണ് തീ കുറച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ടാണ് കറി ഒന്ന് തിളപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാകത്തിന് മീൻ വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാണ് ചേർക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും.
അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്